ആറന്മുള വള്ളസദ്യയിലെ ആചാരലംഘന ആരോപണം തള്ളി മന്ത്രി വി എൻ വാസവൻ. 31 ദിവസത്തിന് ശേഷം കത്ത് പുറത്തുവന്നത് ആസൂത്രിതമാണെന്ന് മന്ത്രി പറഞ്ഞു. വള്ളസദ്യയിൽ ആചാരലംഘനം ചൂണ്ടിക്കാട്ടിയത് ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണറാണെന്ന് ക്ഷേത്രം തന്ത്രി പറഞ്ഞു. വിഷയത്തിൽ മന്ത്രി വാസവന് തെറ്റുപറ്റിയിട്ടില്ല എന്നാണ് ദേവസ്വം ബോർഡിന്റെയും നിലപാട്. നിവേദ്യ സമർപ്പണത്തിന് മുമ്പ് മന്ത്രി സദ്യ കഴിച്ചത് ആചാരലംഘനമാണെന്നും പരിഹാരക്രിയ വേണമെന്നും ക്ഷേത്രം തന്ത്രി പരമേശ്വര വാസുദേവ ഭട്ടതിരിപ്പാട് കത്തിലൂടെ നിർദ്ദേശിച്ചിരുന്നു. ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് പരിഹാരക്രിയ നിർദ്ദേശിച്ചതെന്നായിരുന്നു തന്ത്രിയുടെ വിശദീകരണം. അതുമായിട്ട് നേരിട്ട് ആ സമയത്ത് തന്ത്രി എന്ന നിലയിൽ ഞാൻ ഒരു കാലത്തും അല്ലെങ്കിൽ ഒരു സമയത്തും ഇടപെട്ടിട്ടില്ല. എന്നാൽ ആചാരലംഘനം തള്ളി മന്ത്രി വി എൻ വാസവൻ രംഗത്ത് വന്നു. സദ്യ കഴിക്കാൻ തന്നെ ക്ഷണിച്ചത് പള്ളിയോടെ സേവാ സംഘമാണെന്ന് മന്ത്രിയുടെ വിശദീകരണം. ആരും ഒരു ഇത് സംബന്ധിച്ച ഒരു പരാതിയോ പരിഭവമോ ആചാരലംഘനമോ ഇതൊന്നും ഒരു കാര്യവും പറഞ്ഞിരുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞ് ഒരു കത്ത് വന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്താണ് നമുക്ക് സാമാന്യ ബുദ്ധിക്ക് ആലോചിച്ചാൽ ഒരു ആസൂത്രിതമായ രൂപത്തിലൊരു കത്ത് കൊടുത്ത് ഒരു മര്യാദരഹിതമായ വാർത്തയുണ്ടാക്കി എന്നുള്ളതാണ് വസ്തുത. ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ നൽകിയ കത്താണ് തന്ത്രിയെ വെട്ടിലാക്കിയതെന്ന് വ്യക്തമായതോടെ ദേവസ്വം പ്രസിഡന്റ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. പള്ളിയുടെ സേവാ സംഘത്തിന്റെ ക്ഷണപ്രകാരം പോയി എന്ന് മാത്രമല്ല, അവരാണ് അതിനെല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകിയത്. പക്ഷെ തന്ത്രിയാണ് ഇങ്ങനെ ഒരു ആചാരലംഘനം നടത്തിയെന്ന് പറയുന്നു. ഇപ്പോൾ മന്ത്രി പറയുന്നത് തന്ത്രിയാണ് വിളമ്പിക്കൊടുത്തതെന്നും പറയുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ആചാരലംഘനം ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടില്ലേ എന്നുള്ളത് തന്ത്രിയാണ് പറയേണ്ടത്. അത് നമുക്ക് നോക്കാം. ക്ഷേത്ര ഉപദേശക സമിതിയും ദേവസ്വം ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണ് ഇപ്പോഴത്തെ വിവാദമെന്ന് പള്ളിയോട സേവാ സംഘത്തിന്റെ ആരോപണം. ഉപദേശ സമിതിയാണ് അവിടെ പോയിരുന്ന് ആദ്യത്തെ യോഗം കൂടി ഇങ്ങനെ പള്ളിയോട സേവാ സംഘത്തിൽ നിന്ന് ഈ വള്ളസദ്യ എങ്ങനെയെങ്കിലും മാറ്റാനുള്ള ഒരു ശ്രമം. അതിലെ ചില വള്ളസദ്യ കോൺട്രാക്ടർമാർ തന്നെ അതിനകത്ത് മെമ്പർമാരാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെയുള്ള ആ ഒരു ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് ഈ വള്ളസദ്യ തകർക്കുന്നതിനുള്ള ഒരു ഗൂഢോദ്ദേശം, അതിന് ചില ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരും കൂട്ടുനിന്നു എന്നുള്ളതാണ് അന്ന് മുതലുള്ള കാണുന്നത്. ദേവസ്വം റിപ്പോർട്ട് വന്ന ശേഷം വിഷയത്തിൽ തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് സൂചന. പരിഹാരക്രിയകൾ സംബന്ധിച്ചുള്ള ആലോചനകളും നടക്കുന്നുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.